200-ലേറെ പേർ കൊല്ലപ്പെട്ട, പതിനായിരങ്ങളെ അഭയാർത്ഥികളാക്കിയ മണിപ്പൂർ കലാപം കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ ഗുരുതരമായ വീഴ്ചകൾക്ക് മുഖ്യമന്ത്രി ബീരേൻ സിംഗ് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അറുതിയില്ലാത്ത കലാപം 1.5 വർഷം പിന്നിട്ട ശേഷമാണ് ഈ കുറ്റസമ്മതം. ബീരേൻ സിംഗ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ വർഷം ഉണ്ടായത് മുഴുവൻ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ്. എനിക്ക് പശ്ചാത്താപം തോന്നുന്നു. ഇന്നേ ദിവസം വരെ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ പേരിൽ ഞാൻ ജനങ്ങളോട് മാപ്പ് പറയുകയാണ്. മെയ് 3 മുതൽ നിരവധി പേർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. വീടുകൾ നഷ്ടപ്പെട്ട പലർക്കും ഓടിപ്പോകേണ്ടി വന്നു. എനിക്ക് വളരെയധികം പശ്ചാത്താപം തോന്നുന്നു. ഞാൻ മാപ്പ് പറയുന്നുവെന്ന് ബീരൻ സിംഗ് പറയുകയാണ്. 3-4 മാസത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ പുതുവർഷത്തിൽ സംസ്ഥാനത്തും ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ എന്നൊക്കെ ബീരൻ സിംഗ് പറയുന്നുണ്ട്. എന്നിരുന്നാലും കേന്ദ്രം ഒന്നും ചെയ്യാത്ത സ്ഥിതിക്ക് അത് ആഗ്രഹിക്കുന്നത് വെറുതെയാണ് എന്ന് പൊതുജനങ്ങൾക്ക് നന്നായി അറിയാവുന്ന കാര്യം തന്നെയാണ്. അനുദിനം കലാപം വർദ്ധിച്ചു വന്നിട്ടും മണിപ്പൂരിന് നീതി ലഭിച്ചിരുന്നില്ല. നിലവിലും കേന്ദ്ര സർക്കാർ മണിപ്പൂരിനോട് കണ്ണടയ്ക്കുന്ന സമീപനം തന്നെയാണ് സ്വീകരിച്ചു പോരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കണമെന്നുള്ള ആവശ്യം 2023 മെയ് മുതൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ സന്ദർശനം ഒന്നും തന്നെ ഉണ്ടായിട്ടുമില്ല. കലാപം തടയുന്നതിൽ ബീരേൻ സിംഗിൽ നിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള വ്യാപക വിമർശനം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ നീക്കണമെന്ന് മുറവിളി ഉയർന്നിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെയും BJP-യുടെയും ശക്തമായ പിന്തുണയിൽ സിംഗ് അധികാരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 1.5 വർഷം കഴിഞ്ഞിട്ടും മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖേദ പ്രകടനമായിരിക്കും നമ്മൾ അടുത്തതായി ഇനി കാണാൻ പോകുന്നത്. സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ബീരേൻ സിംഗ് കൂട്ടുനിന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നിലവിൽ ഇപ്പോഴുണ്ട്. ബീരേൻ സിംഗിന്റെ ഇടപെടലുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന ഫോൺ സംഭാഷണ രേഖകൾ കുക്കി സംഘടനകൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴും മണിപ്പൂരിൽ കുക്കി വനിതകളും സുരക്ഷാ സേനയുമായി സംഘർഷം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ചൊവ്വാഴ്ച കാങ്പോക്കി ജില്ലയിലെ ഒരു സ്ഥലത്താണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. കുക്കി വിഭാഗത്തിന്റെ ബങ്കറുകൾ കയ്യേറാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് വനിതകൾ സുരക്ഷാ സേന അംഗങ്ങളെ തടയുകയായിരുന്നു. കരസേന, BSF, CRPF എന്നിവരുടെ സംയുക്ത സംഘമാണ് ഇപ്പോൾ രംഗത്തുള്ളത്. പ്രതിഷേധിച്ചവരെ ബലം പ്രയോഗിച്ച് സുരക്ഷാ സേന നീക്കം ചെയ്യുകയായിരുന്നു. നേരിയ ബലപ്രയോഗം മാത്രമാണ് ഉണ്ടായത് എന്ന് മണിപ്പൂർ പോലീസ് എക്സിൽ പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നു. എന്നാൽ സുരക്ഷാ സേനയെ ആക്രമിച്ചുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും കുക്കി സംഘടനകൾ പ്രതികരിച്ചിരിക്കുകയാണ്. മണിപ്പൂരിനെ രാജ്യത്തെ മറ്റു മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത 2-ൽ ഗോത്ര ഐക്യ സമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപരോധവും തുടങ്ങിയിരിക്കുകയാണ്. BJP സർക്കാർ ഇനി ഒരിക്കലും അധികാരത്തിൽ വരരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് മണിപ്പൂർ.